TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. +1 സുവോളജി അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിലെ 7ാമത്തെ ഭാഗം വീഡിയോയാണിത്. ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഫൈലം ആർത്രോപോഡ, ഫൈലം മൊളുസ്ക എന്നീ രണ്ട് ഫൈലത്തിൻ്റെ ജനറൽ ഫീച്ചേഴ്സാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഫൈലം ആർത്രോപോഡയെക്കുറിച്ച് നോക്കാം. ആർത്രോപോഡ ഈസ് ദ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ. അനിമൽ കിങ്ഡത്തിലെ ഏറ്റവും വലിയ ഫൈലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർത്രോപോഡയാണ്. അതിലുള്ള കാരണം തന്നെ ഇൻസെക്ട്സ് എന്ന് പറയുന്ന വിഭാഗം ജീവികളുടെ എണ്ണത്തിലെ ബാഹുല്യമാണ്. Over 2/3 of all named species on earth are arthropods. ഇവിടെ ഭൂമിയിൽ പേര് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള അനിമൽസിൽ 2/3 പോർഷൻസും ആർത്രോപോഡ്സ് ആണ്. They have organ system level of organization. എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എല്ലാ ഓർഗൻസും യുണൈറ്റ് ചെയ്തുകൊണ്ട് ഓർഗൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നു. എല്ലാ സിസ്റ്റംസും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ആ രീതിയിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ആർത്രോപോഡ്സിന് ഉള്ളത്. ദേ ആർ ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അനിമലിനെ നമുക്ക് ഒരേ ഒരു പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം 2 ഈക്വൽ പാർട്സ് കിട്ടുന്നു. ദ അനിമൽ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ഈക്വൽ ഹാഫ്സ് ഓൺലി 1 plane. So they are known as bilaterally symmetrical animals. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. അതും എന്താണെന്ന് അറിയായിരിക്കും. 3 എംബ്രിയോണിക് ജേം ലേയേഴ്സ് ഉണ്ടാകും. എക്ടോഡം, എൻഡോഡം, മീസോഡം. അങ്ങനെ 3 ജേം ലേയേഴ്സും ഡെവലപ്പ് ചെയ്യുന്ന അനിമൽസ് ആണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. സെഗ്മെന്റഡ് ബോഡിയാണ് ഇവയ്ക്കുള്ളത്. ബോഡിയെ പല പല ഖണ്ഡങ്ങളായിട്ട്, മെറ്റാമറിക് സെഗ്മെന്റേഷൻ നേരത്തെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. അപ്പോൾ അതുപോലെ നമുക്ക് ബോഡിയെ പല പല സെഗ്മെൻറ്റ്സുകളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന അനിമൽസാണ് ആർത്രോപോഡ്സ്. സീലോമേറ്റ് അനിമൽസ് ആണ്. അവർക്കൊരു ട്രൂ സീലോം ഉണ്ടാകും. എക്ടോഡേമിനും എൻഡോഡേമിനും ഇടയിലായിട്ട് മീസോഡേം കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള ഒരു ട്രൂ സീലോം ഈ ഓർഗാനിസംസിന് ഉണ്ടാകും. അതുകൊണ്ട് അവ സീലോമേറ്റ് അനിമൽസ് ആണ്. The body of arthropods is covered by a chitinous exoskeleton. ആർത്രോപോഡ്സിൻ്റെ ഒക്കെ പ്രത്യേകതയാണ് ഇവയുടെ ശരീരത്തിൻ്റെ പുറം ഭാഗം നല്ല കട്ടിയുള്ള ഒരു പുറന്തോട് ഇവയ്ക്കുണ്ടാകും. ആ പുറന്തോട് ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയലാണ് കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ. കൈറ്റിൻ്റെ ഒരു സ്ട്രക്ചറൽ ഫോർമുലയാണ് ഇവിടെ കാണുന്നത്. കൈറ്റിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സോസ്കെലട്ടൺ, ശരീരത്തിൻ്റെ പുറത്താണ് അതിൻ്റെ അസ്ഥികൂടം ഉള്ളത്. അതിനെയാണ് എക്സോസ്കെലട്ടൺ എന്ന പേരിൽ വിളിക്കുന്നത്. അപ്പോൾ ഈ ജീവികളുടെ എല്ലാം ശരീരത്തിൻ്റെ പുറത്ത് കൈറ്റിൻ എന്നുള്ള ഒരു വസ്തു കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എക്സോസ്കെലട്ടൺ ഉണ്ടാകും. ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. അപ്പോൾ ഈ ഓർഗാനിസത്തിൻ്റെ ബോഡിയെ നമുക്ക് വ്യക്തമായിട്ട് 3 പാർട്ടുകളായിട്ട് നമുക്ക് തിരിക്കാൻ സാധിക്കും. ഒരു ആൻറ്റീരിയർ ഹെഡ്, മിഡിലായിട്ട് തൊറാക്സ് എന്ന് പറയുന്ന ഒരു ഭാഗം, താഴെ അബ്ഡോമൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന 3 ഭാഗം. അങ്ങനെ 3 സെഗ്മെൻറ്റുകളായിട്ട്, 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ബോഡിയെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. ദ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ദേ ഹാവ് ജോയിൻറ്റഡ് അപ്പൻഡേജസ്. അപ്പോൾ ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ലെഗ്സ്. അപ്പോൾ ഇവയുടെ ലെഗ്സ് ഒരു സിംഗിൾ പീസ് അല്ല, മൾട്ടിപ്പിൾ പീസ് ഇങ്ങനെ ജോയിൻ്റ് ചെയ്താണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവയുടെ പേര്, ഫൈലത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെ വരാനുള്ള കാരണം. ആർത്രോസ് എന്ന് പറഞ്ഞാൽ ജോയിൻ്റ് ആണ്, പോഡ മീൻസ് അപ്പൻഡേജസ്. അങ്ങനെ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ള അനിമൽസാണ് ആർത്രോപോഡ്സിൽ വരുന്നത്. ഇവയുടെ ലെഗ്സ് എല്ലാം പല പല പീസുകളായിട്ട്, ഖണ്ഡങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിക്ചർ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പല പീസുകൾ ജോയിൻ ചെയ്തിട്ടുള്ള ലെഗാണ് ഇവയ്ക്കുള്ളത്.
അതുകൊണ്ടാണ് ഈ ഫൈലത്തിന് ആർത്രോപോഡ എന്നുള്ള പേര് വരാനുള്ള കാരണം. ഇനി ഇവയുടെ റെസ്പിറേറ്ററി ഓർഗനെ കുറിച്ച് പറയുമ്പോൾ ഗിൽസ് ഇവയുടെ പ്രധാനപ്പെട്ട ഒരു റെസ്പിറേറ്ററി ഓർഗനാണ് ഗിൽസ് എന്ന് പറയുന്നത്. ഗിൽസ് നിങ്ങൾ ഫിഷസിലൊക്കെ ഗിൽസ് കണ്ടിട്ടുണ്ടാകും, ചെകിളപ്പൂക്കൾ എന്ന് പറയുന്ന ഗിൽസ് കണ്ടിട്ടുണ്ടാകും. അതേ ടൈപ്പ് സ്ട്രക്ചേഴ്സ് ഇവയ്ക്കുമുണ്ട്. ആർത്രോപോഡ്സിൽ വരുന്ന ചില അനിമൽസിന് ഗിൽസ് ആണ് അവയുടെ റെസ്പിറേറ്ററി ഓർഗൻ. ഇനി ചില അനിമൽസിന് ബുക്ക് ഗിൽസ് ആണ്. ഇവിടെ കാണാം നമുക്ക്. അപ്പോൾ ഗിൽസ് ഒരു ബുക്കിലെ പേജുകൾ ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് പോലെ കാണുന്ന ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇതിനെ ബുക്ക് ഗിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ചില അനിമൽസിന് അതിൻ്റെ അതായത് ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്നതും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നതുമായിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ബുക്ക് ഗിൽസ് ആണ്. ഇനി ചില ഓർഗാനിസംസിന് ബുക്ക് ലങ്സ് ആണ്. അപ്പോൾ അവിടെയും ഈ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആണ്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചർ, ലങ്സ് പോലത്തെ, എന്നാലും അതൊരു ബുക്കിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ബുക്ക് ലങ്സ് എന്നുള്ള പേര് വിളിക്കുന്നത്. അതും ചില ഓർഗാനിസംസിൻ്റെ റെസ്പിറേറ്ററി ഓർഗനാണ്. ചില ഓർഗാനിസംസിന് ട്രാക്കിയൽ സിസ്റ്റമാണ് അതിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ. ട്രാക്കിയൽ സിസ്റ്റം എന്ന് പറയുന്നത് കുറേ റെസ്പിറേറ്ററി ട്യൂബ്സ് ഉണ്ടാകും. ഈ റെസ്പിറേറ്ററി ട്യൂബ്സിലേക്ക് അന്തരീക്ഷവായു സ്പൈറക്കിൾസ് എന്ന് പറയുന്ന ഹോളുകൾ വഴി അകത്തേക്ക് കടക്കുകയും ഈ ട്രാക്കിയൽ ട്യൂബ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് ബ്ലഡിലേക്ക് ഓക്സിജൻ അബ്സോർബ് ചെയ്യുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു റെസ്പിറേറ്ററി രീതിയാണ് ചില ഓർഗാനിസംസിനുള്ളത്. അപ്പം അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്സ്, സ്ട്രക്ചറലി ഡിഫറൻ്റ് ആയിട്ടുള്ള റെസ്പിറേറ്ററി ഓർഗൻസ് നമുക്ക് ആർത്രോപോഡ്സിൽ കാണാൻ സാധിക്കും. ചില ഓർഗാനിസംസിന് ഗിൽസ് ആണ്, ചിലതിന് ബുക്ക് ഗിൽസ് ആണ്, ചിലതിന് ബുക്ക് ലങ്സ് ആണ്, ചിലതിന് ട്രാക്കിയൽ സിസ്റ്റം. അങ്ങനെ 4 ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസ് ക്യാൻ ബി സീൻ ഇൻ ആർത്രോപോഡ. ഇനി ഇവയുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോൾ ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റമാണുള്ളത്. അത് എന്താണെന്നുള്ളത് ഓർക്കുന്നുണ്ടാവും. അതായത് ബ്ലഡ് വഹിച്ചു കൊണ്ടുപോകാൻ ഡെഫിനിറ്റ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് ഇല്ല എങ്കിൽ അത്തരം സർക്കുലേറ്ററി സിസ്റ്റത്തിനെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാറ്റയെ പോലെയുള്ള അല്ലെങ്കിൽ കോക്രോച്ചിനെ പോലെയുള്ള ഓർഗാനിസംസിനൊക്കെ അകത്തൊരു ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റിയാണുള്ളത്. ആ ബോഡി ക്യാവിറ്റിയെ വിളിക്കുന്ന പേരാണ് ഹീമോസീൽ. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ ഇതിനകത്ത് ബാത്ത് ചെയ്ത് കിടക്കുക, കുളിച്ച് കിടക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഓക്സിജനും മറ്റുമൊക്കെ അത് ഡിഫ്യൂഷൻ വഴി അകത്തേക്ക് കടക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റമാണ് ആർത്രോപോഡ്സിൽ വരുന്ന എല്ലാ അനിമൽസിനും ഉള്ളത്. ദാറ്റ് ഈസ് ദേ ഹാവ് എ ഓപ്പൺ ടൈപ്പ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. ഇനി ഇവയുടെ സെൻസ് ഓർഗൻസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ ഓർഗാനിസംസിനും ഈ പറയുന്ന ആൻറ്റനെ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാകും. സെൻസേഷൻസ് പിടിച്ചെടുക്കുവാനായിട്ട് ആൻറ്റനെ എന്ന് പറയുന്നൊരു സ്ട്രക്ചർ ഉണ്ടാകും. അതുപോലെ ഇവയുടെ വിഷന് വേണ്ടിയിട്ട് ഐസ് ഉണ്ട്. ആ ഐസ് എന്ന് പറയുന്നത് സിമ്പിൾ ഐസ് ആകാം, കോമ്പൗണ്ട് ഐസ് ആകാം. അപ്പം നമ്മുടെയൊക്കെ ഐ സിമ്പിൾ ഐ ആണ്. അതായത് ഒരു സിംഗിൾ ലെൻസ് മാത്രമേ നമുക്കുള്ളൂ. ഒരു സിംഗിൾ ലെൻസ് ഒരു സിംഗിൾ ഇമേജിനെ നമ്മുടെ റെറ്റിനയിൽ പതിപ്പിക്കുന്നു. എന്നാൽ ഈ ഓർഗാനിസംസിനൊക്കെ, ഇൻസെക്ട്സിനും ആർത്രോപോഡ്സിനുമൊക്കെ പലതിനും കോമ്പൗണ്ട് ഐസ് ഉണ്ട്. കോമ്പൗണ്ട് ഐസ് എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ ഐ എന്ന് പറയുന്നത് ഒരുപാട് യൂണിറ്റ്സ്, 2000-ഓളം വരുന്ന ഒമാറ്റിഡിയ എന്ന് പറയുന്ന യൂണിറ്റ്സ് ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഒരു ഐ ആണ് ഈ ആർത്രോപോഡ്സിന്, പല അനിമൽസിനും വരുന്നത്, പ്രത്യേകിച്ചും ഇൻസെക്ട്സിന്. അപ്പോൾ ഇവയ്ക്കെല്ലാം മൾട്ടിപ്പിൾ ഇമേജസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പല ഡയറക്ഷനിൽ, ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും സൈഡിൽ നിന്നുമൊക്കെ തല തിരിക്കാതെ തന്നെ ഇമേജസ് ഓരോ വസ്തുവിൻ്റെയും കിട്ടുന്നു എന്നുള്ളതാണ് ഈ ടൈപ്പ് ഐസിൻ്റെ പ്രത്യേകത. കോമ്പൗണ്ട് ഐസ് ഈ ഓർഗാനിസംസിൽ ചിലർക്ക് ഉണ്ട്, ആർത്രോപോഡ്സിൽ. പിന്നെ ഇവയുടെ ബാലൻസിങ് ഓർഗൻസ് ആണ് സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബാലൻസിങ് ഓർഗൻസ് എന്ന് പറയുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ബോഡി ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഈ ഓർഗാനിസംസിൽ കാണാൻ സാധിക്കും, ആർത്രോപോഡ്സിൽ കാണാൻ സാധിക്കും.
ഇപ്പോൾ സെൻസ് ഓർഗൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആൻറ്റന ഉണ്ട്, ഐസ് ഉണ്ട്, സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബാലൻസിങ് ഓർഗൻസ് ഇവയ്ക്കുണ്ട്. ഇനി ഇവയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, അത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ട ഒരു പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ഇവയുടെ ബോഡിയിൽ നിന്നും നൈട്രോജീനസ് വേസ്റ്റുകൾ പുറത്തേക്ക് കളയുന്ന എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കുറേ ട്യൂബ്യൂൾസ് ആണ്. അത് ഇൻറ്റസ്റ്റൈനുമായിട്ട് അറ്റാച്ച് ചെയ്ത് കാണുന്ന ഒരു ട്യൂബ്യൂൾസ് ആണ്. ആ ട്യൂബ്യൂൾസിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. അപ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക, ആർത്രോപോഡ്സിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ എന്ന് പറയുന്നത് മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. പിക്ചറിൽ നമുക്കിവിടെ കാണാം, മാൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ് അവയുടെ എക്സ്ക്രീറ്ററി ഓർഗൻ. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ് അനിമൽസ് ആണ്. എന്താ ഡയേഷ്യസിൻ്റെ പ്രത്യേകത? വി ക്യാൻ സി മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് ഡിസ്റ്റിങ്ക്റ്റ്ലി. വളരെ വ്യക്തമായിട്ട് നമുക്ക് മെയിൽ ഫീമെയിൽ ഓർഗാനിസംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ മെയിൽ ഫീമെയിൽ ഓർഗാനിസം സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ പറയുന്ന ടേമാണ് ഡയേഷ്യസ്. മെയിൽ ഫീമെയിൽ ഗമീറ്റ്സ് ഒരു സിംഗിൾ ഓർഗാനിസം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അവിടെ വിളിക്കുന്ന പേര് ഓർക്കുന്നുണ്ടാവും, മൊണീഷ്യസ് ആണ് അഥവാ ഹെർമാഫ്രൊഡൈറ്റ് ഓർഗാനിസംസ് ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി ഇന്റേണൽ. ശരീരത്തിനകത്ത് വെച്ചാണ് മെയിൽ ഫീമെയിൽ ഗമീറ്റുകൾ തങ്ങളിൽ കൂടിച്ചേരുന്നത്. അതുകൊണ്ട് ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ദേ ആർ മോസ്റ്റ്ലി ഒവിപാരസ്. ഒവിപാരസ് എന്ന് പറയുന്ന ടേമിൻ്റെ അർത്ഥം മുട്ടയിടുന്ന ജീവികളാണ്. മുട്ടയിടുന്ന ജീവികളെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഒവിപാരസ് എന്ന്. പ്രസവിക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് വിവിപാരസ്. അപ്പോൾ ഇത് ആർത്രോപോഡ്സ് എന്ന് പറയുന്നത് ഒവിപാരസ് അനിമൽസ് ആണ്. ഡെവലപ്മെൻറ്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഇപ്പോൾ ചില ഓർഗാനിസത്തിൽ ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ഉണ്ട്. കോക്രോച്ച് പോലെയുള്ള ഓർഗാനിസംസിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ആണ്. കാരണം എഗ്ഗിൽ നിന്നും അടുത്ത് ഹാച്ച് ചെയ്ത് വരുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് നിംഫൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ്. നേരത്തെ നമ്മൾ ലാർവൽ സ്റ്റേജ് എന്ന് പറഞ്ഞതുപോലെ ഒരു സ്റ്റേജാണ് നിംഫൽ സ്റ്റേജ്. അത് കടന്നു പോയിട്ടാണ് അഡൽട്ട് കോക്രോച്ചായിട്ട് മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ ചില ഓർഗാനിസംസിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ് ഉള്ളത്. ഇനി എക്സാമ്പിൾസിലേക്ക് വരാം. എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ്, സാമ്പത്തിക പ്രാധാന്യമുള്ള ഇൻസെക്ട്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് എപ്പിസ്, ഹണി ബി. അറിയാം നമുക്ക് ഹണി ബീയുടെ സാമ്പത്തിക പ്രാധാന്യം എന്താണെന്നുള്ളത്. ബോംബിക്സ് അല്ലെങ്കിൽ സിൽക്ക് വോം. സിൽക്ക് എന്ന് പറയുന്ന നൂല് ഈ ഓർഗാനിസത്തിൽ നിന്നാണ് കിട്ടുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് സിൽക്ക് വോം എന്ന് പറയുന്ന അനിമൽ. ദെൻ ലാക്സിഫർ ഓർ ലാക്ക് ഇൻസെക്റ്റ്, ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു ഇൻസെക്റ്റാണിത്. ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഇവയിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന ലാക്ക് എന്ന് പറയുന്ന ദ്രാവകത്തിൽ നിന്നും എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഇൻസെക്റ്റിൻ്റെ പേരാണ് ലാക്സിഫർ ഓർ ലാക്ക് ഇൻസെക്റ്റ്. ഇത് എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഇൻസെക്ട്സ് ആണ് ആർത്രോപോഡ്സിലെ. ഇനി വെക്റ്റേഴ്സ്, ഇപ്പോൾ ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഓർഗാനിസംസ് ഉള്ളതുപോലെ തന്നെ ഇതിൽ വെക്റ്റേഴ്സ് ആയിട്ടുള്ള രോഗങ്ങൾ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വഹിക്കുന്ന ആൾക്കാരെയാണ് വെക്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. വെക്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് മൊസ്കിറ്റോസ് ഉണ്ട്. പേരുകൾ കേട്ടിട്ടുണ്ടാവും. അനോഫിലസ് മൊസ്കിറ്റോ, ക്യൂലക്സ് മൊസ്കിറ്റോ, ഈഡിസ് മൊസ്കിറ്റോ. അപ്പോൾ ഈ മൊസ്കിറ്റോസൊക്കെ ധാരാളം ഡിസീസസ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നുണ്ട്. മലമ്പനി, മന്ത്, അതുപോലെ തന്നെ ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങളൊക്കെ പരത്തുന്നത് ഇത്തരം കൊതുകുകളാണ്. അപ്പോൾ പേരുകൾ പ്രത്യേകിച്ച് ഓർമ്മിക്കുക. മൊസ്കിറ്റോസ് 3 ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് മൊസ്കിറ്റോസ് ഉണ്ട്. അനോഫിലസ്, ക്യൂലക്സ്, ഈഡിസ്. ഇനി ഗ്രിഗേറിയസ് ആയിട്ടുള്ള പെസ്റ്റ്, ഇപ്പോൾ സസ്യങ്ങളെ കൂടുതലും ആക്രമിച്ച് സസ്യങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെസ്റ്റുകളെയാണ് ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ലോക്കസ്റ്റ. ജീവിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ലോക്കസ്റ്റ എന്ന് പറയുന്ന ജീവി ഇതൊരു ഗ്രിഗേറിയസ് പെസ്റ്റാണ്. അതുപോലെ തന്നെ ലിമുലസ് അല്ലെങ്കിൽ കിങ് ക്രാബ്, ലിവിങ് ഫോസിൽ എന്നാണ് ഈ ഓർഗാനിസം അറിയപ്പെടുന്നത്. ഈ ഓർഗാനിസം രൂപം കൊണ്ടിട്ട് കോടിക്കണക്കിന് വർഷങ്ങളായി ഇപ്പോഴും അതിന് വലിയ മാറ്റമൊന്നും കൂടാതെ കാണുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ലിവിങ് ഫോസിൽ എന്ന് വിളിക്കുന്നത്.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലിവിങ് ഫോസിൽ എന്നറിയപ്പെടുന്ന ഒരു ആർത്രോപോഡാണ് ലിമുലസ് എന്ന് പറയുന്ന അനിമൽ. ഇനി നമുക്കിവിടെ ഫീച്ചേഴ്സ് നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. This is the largest phylum of Animalia which includes insects. കിങ്ഡം അനിമേലിയയിലെ ഏറ്റവും വലിയ ഫൈലമാണ് ആർത്രോപോഡ. Over 2/3 of all named species on Earth are arthropods. എർത്തിലുള്ള 2/3 സ്പീഷീസും ആർത്രോപോഡ്സ് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവയ്ക്കുള്ളത്. ബൈലാറ്ററൽ സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സെഗ്മെന്റഡ് ആണ്, സീലോമേറ്റ് അനിമൽസ് ആണ്. The body of arthropods is covered by chitinous exoskeleton. ആർത്രോപോഡ്സിന്റെ ബോഡിയെ കവർ ചെയ്തുകൊണ്ട് കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു എക്സോസ്കെലിട്ടൺ ഉണ്ട്. The body consists of head, thorax and abdomen. ഹെഡ് എന്നും തൊറാക്സ് എന്നും അബ്ഡമൻ എന്നും 3 വ്യക്തമായിട്ടുള്ള ഭാഗങ്ങളായിട്ട് നമുക്ക് ബോഡിയെ തിരിക്കാം. They have jointed appendages. ജോയിൻറ്റഡ് അപ്പൻഡേജസ് എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ലെഗ്സ് ആണ്. അപ്പോൾ അത് വളരെ കുഞ്ഞു കുഞ്ഞു പീസുകൾ ചേർന്നുണ്ടായിട്ടുള്ളതാണ്. ആ പേരിൽ നിന്നാണ് ആർത്രോപോഡ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആർത്രോസ് മീൻസ് ജോയിൻറ്റ്, പോഡ മീൻസ് അപ്പൻഡേജസ്. റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ഗിൽസ്, ബുക്ക് ലങ്സ് ഓർ ട്രാക്കിയൽ സിസ്റ്റം. ഇത്രയും റെസ്പിറേറ്ററി ഓർഗൻസ് ഇവയ്ക്കുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ഓപ്പൺ ടൈപ്പ് സർക്കുലേഷൻ ആണ്. സെൻസറി ഓർഗൻസ് ആയിട്ട് ആന്റന ഉണ്ട്, ഐസ്, കോമ്പൗണ്ടും സിമ്പിൾ ഐയും ഉണ്ട്. സ്റ്റാറ്റോസിസ്റ്റ് അല്ലെങ്കിൽ ബാലൻസിങ് ഓർഗൻസ് ആർ പ്രസന്റ്. എക്സ്ക്രീറ്ററി ഓർഗൻ പ്രത്യേകം ഓർമ്മിക്കുക. ആർത്രോപോഡ്സിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ് മാൽപീജിയൻ ട്യൂബ്യൂൾസ്. ദേ ആർ മോസ്റ്റ്ലി ഡയേഷ്യസ്. മെയിൽ ഫീമെയിൽ ഓർഗാനിസംസ് സെപ്പറേറ്റ് ഉണ്ട്. ഫെർട്ടിലൈസേഷൻ ഈസ് യൂഷ്വലി ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ശരീരത്തിനകത്ത് വെച്ചാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ദേ ആർ മോസ്റ്റ്ലി ഒവിപാരസ്. ഇവ മുട്ടയിടുന്ന ജീവികളാണ്. ഡെവലപ്മെന്റ് മേ ബി ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ഡെവലപ്മെന്റും ആകാം, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും ആകാം. ഇത്രയും കാര്യങ്ങളാണ് ഫൈലം ആർത്രോപോഡയെ കുറിച്ച് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കുവാനുള്ളത്. Now we can discuss about the next phylum, phylum Mollusca. Molluscയുടെ general features നമുക്കിനി ഡിസ്കസ് ചെയ്യാം. This is the second largest animal phylum. അനിമൽ സ്പീഷീസുകളുടെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും വലിയ അനിമൽ സ്പീഷീസ് ഉൾക്കൊള്ളുന്ന ഫൈലം എന്ന് പറയുന്നത് ഫൈലം ആർത്രോപോഡയാണ്. അപ്പോൾ ആർത്രോപോഡ കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും കൂടുതൽ അനിമൽ സ്പീഷീസുകൾ ഉള്ളത് മൊളുസ്ക എന്ന് പറയുന്ന ഫൈലമാണ്. ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലം. മൊളുസ്ക്സ് ആർ ടെറസ്ട്രിയൽ ഓർ അക്വാട്ടിക്. മൊളുസ്കൻസ് കരയിലും കാണാം, വെള്ളത്തിലും കാണാം. വെള്ളത്തിലെന്ന് പറയുമ്പോൾ കടലിലും ഉണ്ട്, അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിലും ഉണ്ട്. ദേ ആർ മറൈൻ ആസ് വെൽ ആസ് ഫ്രഷ് വാട്ടർ. ഹാവിങ് ആൻ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവർക്കും ഒരു ഹയർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. അതായത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവയ്ക്കും ഉള്ളത്. ബൈലാറ്ററൽ സിമെട്രിക്കലാണ്. ഒരു സിംഗിൾ പ്ലെയിനിൽ കൂടെ കട്ട് ചെയ്യുമ്പോൾ മാത്രം 2 ഈക്വൽ ഹാഫ്സ് കിട്ടും. അതാണ് ബൈലാറ്ററൽ സിമെട്രി എന്നുള്ളത് അറിയാം. അപ്പോൾ ഇവയുടെ സിമെട്രി ബൈലാറ്ററൽ സിമെട്രി ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. 3 എംബ്രിയോണിക് ജേം ലേയേഴ്സ് ഉണ്ടാവും. എക്ടോഡേമും എൻഡോഡേമും മീസോഡേമും വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുണ്ടാകും. സീലോമേറ്റ് അനിമൽസ് ആണ്. വെൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സീലോം, മീസോഡേം കൊണ്ട് ആവരണം ചെയ്തിട്ടുള്ള ഒരു സീലോം ഈ ജീവികളിൽ ഉണ്ടാകും. ബോഡി ഈസ് കവേർഡ് ബൈ കാൽക്കേരിയസ് ഷെൽ ആൻഡ് ഈസ് അൺസെഗ്മെന്റഡ് വിത്ത് എ ഡിസ്റ്റിങ്ക്ട് ഹെഡ്, മസ്കുലാർ ഫുട്ട് ആൻഡ് വിസറൽ ഹംപ്. അപ്പോൾ ബോഡി കവർ ചെയ്തുകൊണ്ട് കാൽക്കേരിയസ് ആയിട്ടുള്ള, ദാറ്റ് മീൻസ് കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു കട്ടിയുള്ള ഒരു പുറന്തോട്, ഒരു ഷെല്ല് ഈ ഓർഗാനിസംസിന്, മൊളുസ്കൻസിന് ഉണ്ടാകും. ആൻഡ് ഈസ് അൺസെഗ്മെന്റഡ്. നേരത്തെ ആർത്രോപോഡയിൽ സെഗ്മെന്റഡ് ബോഡി ആയിരുന്നു. എന്നാൽ മൊളുസ്കൻസിനെ സംബന്ധിച്ചിടത്തോളം അൺസെഗ്മെന്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. വിത്ത് ഡിസ്റ്റിങ്ക്ട് ഹെഡ്. ഹെഡ് എന്ന് പറയുന്ന ഒരു റീജിയൻ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മസ്കുലാർ ഫൂട്ട്, മസിൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഫൂട്ട് എന്ന് പറയുന്ന റീജിയൻ കാണാൻ സാധിക്കും. പിന്നെ ഒരു വിസറൽ, ഒരു ഹംപ്,
ഒരു മുഴ പോലത്തെ ഒരു ഭാഗം. അതിനെയാണ് ഹമ്പ് എന്ന് വിളിക്കുന്നത്. വിസറൽ മാസിനെയാണ് വിസറൽ ഹമ്പ് എന്ന് വിളിക്കുന്നത്. അപ്പം അങ്ങനത്തെ 3 റീജിയൻസ് കാണാൻ സാധിക്കും. ഹെഡ്, ഫൂട്ട്, വിസറൽ ഹമ്പ്. ഇങ്ങനെ വ്യക്തമായിട്ട് 3 റീജിയൻസ് ഈ ഓർഗാനിസംസിൽ കാണാൻ സാധിക്കും. A soft and spongy layer of skin forms a mantle over the visceral hump. അപ്പം അടുത്ത് ഓർമ്മിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടേമാണ് മാൻറ്റിൽ എന്ന് പറയുന്ന ടേം. മാൻറ്റിൽ എന്താ? മാൻറ്റിൽ ഒരു സ്കിന്നിൻ്റെ ഒരു ലെയറാണ്. എ സോഫ്റ്റ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിന്നാണ്. ഫോംസ് എ മാൻറ്റിൽ ഓവർ ദ വിസറൽ ഹമ്പ്. അപ്പോൾ വിസറൽ ഹമ്പ് ഇവിടെ അകത്ത് ഉണ്ട്. അതിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ഇവയ്ക്കുണ്ടാകും. അതിനെ വിളിക്കുന്ന പേരാണ് മാൻറ്റിൽ. മാൻറ്റിൽ. ദ സ്പേസ് ബിറ്റ്വീൻ ദ ഹമ്പ് ആൻഡ് ദ മാൻറ്റിൽ ഈസ് കാൾഡ് ദ മാൻറ്റിൽ കാവിറ്റി. അപ്പോൾ ഈ വിസറൽ ഹമ്പിനും അതുപോലെ തന്നെ മാൻറ്റിലിനും ഇടയ്ക്കുള്ള ഈ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് മാൻറ്റിൽ കാവിറ്റി. in which feather like gills are present. തൂവൽ പോലെ ഇരിക്കുന്ന ഗിൽസ് ഇവിടെ ഉണ്ട്. ഗിൽസ് എന്ന് പറയുന്നത് അറിയാൻ നേരത്തെ ഇവയുടെ റെസ്പിറേറ്ററി ഓർഗൻസ് ആണ് ഗിൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഫങ്ഷൻസും ഗിൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗിൽസ് എന്ന് പറയുന്നത് ഇവയുടെ റെസ്പിറേറ്ററി ഓർഗനാണ്, അതുപോലെ എക്സ്ക്രീറ്ററി ഓർഗനുമാണ് ഗിൽസ്. മാൻറ്റിൽ എന്ന് പറയുന്ന ഒരു ആവരണം ഇവിടെ വിസറൽ ഹമ്പിൻ്റെ മേളിലായിട്ടുണ്ടാകും. അതുപോലെ ഈ വിസറൽ ഹമ്പിനും മാൻറ്റിലിനും ഇടയിലായിട്ട് കുറച്ചൊരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് മാൻറ്റിൽ കാവിറ്റി. ആ മാൻറ്റിൽ കാവിറ്റിക്ക് അകത്താണ് ഗിൽസ് എന്ന് പറയുന്ന പാർട്ടുള്ളത്. ഈ ഗിൽസ് റെസ്പിറേഷനും എക്സ്ക്രീഷനും ഫങ്ഷൻ ജോലി ചെയ്യുന്നതാണ് ഗിൽസ്. പിന്നെ ഇവയുടെ ആൻറ്റീരിയർ ഹെഡ് റീജിയൻ ഹാസ് സെൻസറി ടെൻറ്റക്കിൾസ്. ഹെഡിൻ്റെ റീജിയൻസിൽ സെൻസേഷന് സഹായിക്കുന്ന ടെൻറ്റക്കിൾസ് ഇവയ്ക്കുണ്ടാകും. ആൻറ്റീരിയർ ഹെഡ് റീജിയൻ ഹാസ് സെൻസറി ടെൻറ്റക്കിൾസ്. ദ മൗത്ത് കണ്ടെയ്ൻ എ ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ് കാൾഡ് റാഡുല. അപ്പോൾ മൊളുസ്കൻസിൽ പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ട മറ്റൊരു ടേമാണ് റാഡുല. എന്താണ് റാഡുല? ഇവയുടെ വായ്ക്കകത്തുള്ള പല്ലുകളെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ. ഫയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാള് പോലെ കട്ട് ചെയ്തെടുക്കാൻ സഹായിക്കുക. റാസ്പിംഗ് മീൻസ് കട്ട് ചെയ്യാനുള്ള. റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിങ്. മറ്റു ഓർഗാനിസംസിനെ പിടിച്ചു തിന്നാൻ, കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ലുകൾ പോലത്തെ സ്ട്രക്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഡുല. The mouth contains a file-like rasping organ for feeding called radula. They are usually dioecious and oviparous. Dioecious എന്ന് പറഞ്ഞാൽ അറിയാം, മെയിൽ ഓർഗാനിസവും ഫീമെയിൽ ഓർഗാനിസവും സെപ്പറേറ്റ് ആണ്. ഓവിപാരസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുട്ടയിടുന്നവയാണ്. വിത്ത് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ? ഒരു ലാർവൽ സ്റ്റേജ് ഇവയുടെ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകാം. അപ്പോൾ മുട്ട വിരിഞ്ഞ് വരുന്ന ജീവി അഡൽട്ട് ഓർഗാനിസം ആയിരിക്കില്ല. അത് ലാർവൽ സ്റ്റേജിലൂടെ കടന്നു പോയിട്ടാണ് അഡൽട്സ് ആയിട്ട് മാറുക. അതുകൊണ്ട് ഇവരുടെ ഡെവലപ്മെൻറ്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. പൈല അല്ലെങ്കിൽ ആപ്പിൾ സ്നെയിൽ എന്ന് പറയുന്ന ഓർഗാനിസം എക്സാമ്പിളാണ്. പിങ്ടാഡ അല്ലെങ്കിൽ പേൾ ഓയിസ്റ്റർ, മുത്തുച്ചിപ്പി എന്ന് നമ്മൾ പറയുന്ന ഈ ഓർഗാനിസംസ് മുത്തുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസമാണ്. അതുകൊണ്ടാണ് ഇവയെ മുത്തുച്ചിപ്പി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ പേൾ ഓയിസ്റ്റർ എന്ന് വിളിക്കുന്നത്. മറ്റൊരു സുവോളജിക്കൽ നെയിമാണ് പിങ്ടാഡ. പിങ്ടാഡ മുത്ത് എടുക്കുന്നതിൻ്റെ ഒരു പിക്ചർ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിങ്ടാഡ അല്ലെങ്കിൽ പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്ന അനിമൽ. സെപ്പിയ അല്ലെങ്കിൽ കട്ടിൽ ഫിഷ്, പിക്ചറിൽ കാണുന്ന കട്ടിൽ ഫിഷ് എന്ന് പറയുന്ന അനിമൽ മൊളുസ്കനാണ്. ലോലിഗോ അല്ലെങ്കിൽ സ്ക്വിഡ്, ഇതൊന്നും കണ്ടിട്ടുണ്ടാകും നിങ്ങൾ. ഈ അനിമലും മൊളുസ്കൻസിൽ വരുന്നതാണ്, ലോലിഗോ അല്ലെങ്കിൽ സ്ക്വിഡ് എന്ന് പറയുന്ന അനിമൽ. ദെൻ ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഡെവിൾ ഫിഷ്, നീരാളി എന്നറിയപ്പെടുന്ന ഒക്ടോപ്പസ് അല്ലെങ്കിൽ ഡെവിൾ ഫിഷ് എന്നറിയപ്പെടുന്ന ഈ അനിമൽ മൊളുസ്കനാണ്. ദെൻ അപ്ലീസിയ അല്ലെങ്കിൽ സീ ഹെയർ, സീ ഹെയർ അല്ലെങ്കിൽ അപ്ലീസിയ എന്ന് പറയുന്ന അനിമൽ മൊളുസ്കൻസിൽ വരുന്നതാണ്. ഡെൻറ്റേലിയം അല്ലെങ്കിൽ ടസ്ക് ഷെൽ, ഈ ഒരു
ആനക്കൊമ്പ് പോലെ ഇരിക്കുന്ന ഇതിനകത്താണ് ശരിക്കും ഈ ഓർഗാനിസം ജീവിക്കുന്നത്. അപ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ഡെൻറ്റേലിയം അല്ലെങ്കിൽ ടസ്ക് ഷെൽ എന്ന് വിളിക്കുന്നത്. അടുത്ത അനിമൽ കീറ്റോപ്ലൂറ ഓർ കൈറ്റൺ. കീറ്റോപ്ലൂറ അല്ലെങ്കിൽ കൈറ്റൺ എന്ന് പറയുന്ന അനിമൽ. ഈ അനിമൽ മൊളുസ്കൻസിൽ വരുന്നതാണ്. ഇത്രയും അനിമൽസാണ് ഫൈലം മൊളുസ്കയുടെ എക്സാമ്പിളായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇവയുടെ ജനറൽ ഫീച്ചേഴ്സ് നമുക്കൊന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. This is the second largest animal phylum. Molluscans are terrestrial or aquatics, marine or freshwater, having an organ system level of organization, bilaterally symmetrical, triploblastic and coelomate animals. Body is covered by a calcareous shell and is unsegmented with a distinct head, muscular foot and visceral hump. A soft and spongy layer of skin forms a mantle over the visceral hump. പ്രത്യേകം ഓർമ്മിക്കുക, ഹെഡ്, മസ്കുലാർ ഫൂട്ട്, വിസറൽ ഹംപ്. ആരുടെ ക്യാരക്ടറാണ്? ഫൈലം മൊളുസ്കൻസിൻ്റെ ക്യാരക്ടറാണ്. അതുപോലെ മാൻറ്റിൽ എന്നുള്ള ഒരു ആവരണം ഉള്ളത് വിസറൽ ഹമ്പിന് പുറത്ത് മാൻറ്റിൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ പ്രസൻ്റ് ആയിട്ടുള്ളത് മൊളുസ്കൻസിലാണ്. The space between the hump and the mantle is called the mantle cavity, in which feather-like gills are present. They have respiratory and excretory functions. The anterior head region has sensory tentacles. The mouth contains a file-like rasping organ for feeding called radula. ഈ ഒരു പേരും പ്രത്യേകം ഓർമ്മിക്കുക. റാഡുല എന്ന് പറയുന്നത് ഇവയിൽ കാണുന്ന ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ ഫോർ ഫീഡിംഗ് ആണ് റാഡുല. ഡയേഷ്യസ് ആണ്, ഒവിപാരസ് ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫൈലം മൊളുസ്കൻസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ ഭാഗത്തിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. For video lessons, please subscribe TLP's biology classes.